ലോകത്തിന് അവസാനമുണ്ടോ? ഉണ്ടെങ്കിൽ അതെപ്പോൾ, എങ്ങനെ സംഭവിക്കും? ശാസ്ത്രലോകവും ബൈബിളും നൽകുന്ന പ്രധാന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ബൈബിൾ സന്ദേശങ്ങൾക്കും വിലപ്പെട്ട പ്രവചന സംബന്ധമായ അറിവുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സന്ദേശങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പ്രിയരെ, ലോകത്താകെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പോഴത്തെ ലോകവ്യവസ്ഥയ്ക്ക് ചില മാറ്റങ്ങൾ വരുവാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. വിശ്വവിഖ്യാതനായ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് ഭൂമി അതിൻ്റെ നാശത്തോടടുക്കുന്നു എന്നും മനുഷ്യർ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ പുതിയ ഒരു ആവാസസ്ഥലം തേടേണ്ടതുണ്ട് എന്നുമാണ്. സമാനമായ വെളിപ്പെടുത്തലുകളിലാണ് ബൈബിൾ പ്രവചനങ്ങളിലും നാം കാണുന്നത്. ലോകാവസാനത്തെപ്പറ്റിയുള്ള ശാസ്ത്രീയ നിഗമനങ്ങൾ എന്തൊക്കെയെന്ന് ചുരുക്കമായി പ്രതിപാദിക്കാം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായ സൂര്യനിൽ ഓരോ സെക്കൻഡിലും 60 കോടി ടൺ ഹൈഡ്രജനാണ് കത്തിയഴിയുന്നത്. സൂര്യനിൽ ഇനി ഏകദേശം 70% ഹൈഡ്രജനാണ് ശേഷിക്കുന്നത്. ഇത് സൂര്യൻ എന്ന നക്ഷത്രത്തിന് അവസാനമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വസ്തുത, സൂര്യനിൽ നിന്നുള്ള താപനിലയെ തടയുന്ന കാന്തമണ്ഡലം തകർന്നാൽ അമിതമായ താപപ്രസരണമുണ്ടാകുകയും ഉയർന്ന താപനിലയിൽ ഭൂമിയും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളുമെല്ലാം വെന്തുരുകിപ്പോവുകയും ചെയ്യും എന്നതാണ്. ഓസോൺ ലെയറിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ അൾട്രാവയലറ്റ് രശ്മികളുടെ അതിപ്രസരണത്തിന് കാരണമാകുന്നത് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായ രീതിയിൽ താപത്തെ തടയുന്ന കാന്തമണ്ഡലം ക്ഷയിച്ചാൽ ഉണ്ടാകുന്ന നാശം അതിഭയാനകമാണ്. മറ്റൊരു ശാസ്ത്ര നിഗമനം, നമ്മുടെ അയൽ ഗാലക്സിയായ ആൻഡ്രോമേഡ നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുമായി കൂട്ടിയിടിച്ച് ഒരു ഗാലക്സിയായി മാറുമെന്നുള്ളതാണ്. ഈ ശാസ്ത്രീയ നിഗമനത്തിൽ എല്ലാം ലോകത്തിന് ഒരവസാനമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ മറ്റൊരു സുരക്ഷിത സ്ഥാനം കണ്ടെത്തുക അത്ര എളുപ്പമല്ല എന്ന് സാരം. ലോകാവസാനത്തെ സംബന്ധിച്ചുള്ള ബൈബിൾ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഭൂമി തീക്കിരയാകുന്നതിന് മുൻപ് നീതിമാന്മാരായ വിശുദ്ധന്മാരെയിലെ യേശുക്രിസ്തു മടങ്ങി വന്ന് സ്വർഗമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ബൈബിൾ പറയുന്നു. ഉൽപ്രാപണം എന്ന ഈ സംഭവത്തിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. ഈ സംഭവത്തിന് മുമ്പും പിമ്പുമായി കാണപ്പെടുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ലോകാവസാനത്തിനും യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനും മുമ്പ് സൂര്യൻ ഇരുണ്ടുപോവുകയും ചന്ദ്രൻ പ്രകാശം നൽകാതിരിക്കുകയും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുകയും ചെയ്യുമെന്ന് യേശുക്രിസ്തു പ്രവചിച്ചിട്ടുള്ളതായി മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ ശിഷ്യനായ ശിമോൻ പത്രോസ് എഴുതിയ ലേഖനങ്ങളിൽ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മൂലപദാർത്ഥങ്ങൾ അഥവാ ആറ്റങ്ങൾ തീവ്രമായ ചൂടിനാൽ കത്തിയഴിയുകയും ഭൂമിയും അതിലെ പണികളും വെന്തുപോവുകയും ചെയ്യുമെന്നും ഭക്തികെട്ട മനുഷ്യരുടെ നാശം അതിനാൽ സംഭവിക്കുമെന്നും പത്രോസ് പ്രവചിച്ചു. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരുക്കപ്പെടുമെന്നും പത്രോസ് പ്രവചിക്കുന്നുണ്ട്. ലോകാവസാനത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെയും ലക്ഷണങ്ങൾ സംബന്ധിച്ച ബൈബിൾ പ്രവചനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി പ്രകൃതിയിൽ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. ലൂക്കോസ് 21-ന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു.
സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങളുണ്ടാകും. കടലിൻ്റെയും തിരമാലകളുടെയും ഗർജന നിമിത്തം ഭൂമിയിലെ ജനതകൾക്ക് നിരാശയും പരിഭ്രമവും ഉണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നു എന്ന് ഭയന്നു നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇതാണ് വചനം. ആഗോളതാപനം മൂലം ഭൗമോപരിതലത്തിലെ ഊഷ്മാവ് വർദ്ധിച്ചതിനാൽ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ആശങ്കാജനകമായ വിധം വർദ്ധിച്ചു കഴിഞ്ഞു. സമുദ്രജലത്തിലെ താപനില വർധനവ്, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, ന്യൂനമർദ്ദം, മേഘവിസ്ഫോടനം എന്നീ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഉത്തരധ്രുവത്തിലെ മഞ്ഞുരുകൽ സമുദ്രജലനിരപ്പുയരലിനും കൂടുതൽ ഭൂപ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ അകുന്നതിനും ഇടയാക്കുന്നു. കൂടാതെ ലോകാവസാന നാളുകളിൽ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുമെന്നും ബൈബിൾ പറയുന്നുണ്ട്. സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സമീപകാലത്ത് വർദ്ധിച്ചുള്ളതായി സ്ഥിതിവിവരക്കണക്കുകൾ വ്യക്തമാക്കുന്നു. രണ്ടാമത്, ലോകരാഷ്ട്രീയത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ലോകത്ത് ഏകലോക ഗവൺമെൻറ് സ്ഥാപിതമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആഗോളവത്കരണവും യൂറോപ്യൻ യൂണിയനും പൊതുനാണയവുമെല്ലാം ഈ ദിശയിലേക്കുള്ള പ്രയാണത്തിൻ്റെ സൂചനകളാണ്. കൂടാതെ വ്യാപകമായ സാമ്പത്തിക പ്രതിസന്ധിയും അതിനെ തുടർന്ന് ക്ഷാമവും ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നു. മറ്റൊന്ന്, രാജ്യങ്ങൾ തമ്മിലും ജാതികൾ തമ്മിലും സംഘർഷങ്ങൾ വർദ്ധിക്കുമെന്നുള്ളതാണ്. സമീപകാലത്തുണ്ടായ യുദ്ധങ്ങൾ ലോകത്ത് കൂടുതൽ സംഘർഷഭരിതമായ സ്ഥിതിവിശേഷങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. മൂന്നാമത്, ആത്മീയ രംഗത്ത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വർദ്ധിക്കുവാനിടയാകുമെന്നുള്ള മുന്നറിയിപ്പാണ്. ദൈവമെന്നും പൂജാവിഷയമെന്നും അവകാശപ്പെട്ട നിരവധി പേർ എഴുന്നേൽക്കും. അധർമ്മം പെരുകുന്നതിനാൽ ക്രൈസ്തവ ലോകത്ത് വിശ്വാസവും സ്നേഹവും നഷ്ടമാകും. തത്സമയം ലോകമെങ്ങും ക്രൈസ്തവർ കൂടുതലായി പീഡിപ്പിക്കപ്പെടുകയും വിവിധ മാധ്യമങ്ങളിലൂടെ സുവിശേഷം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നത് അന്ത്യകാല ലക്ഷണമാണെന്ന് ബൈബിൾ പറയുന്നു. മൂന്നാമതായി, സാമൂഹ്യ രംഗത്ത് ധാർമ്മിക അധപ്പതനം വർദ്ധിക്കും. സ്വർഗവിവാഹം, ഡേറ്റിംഗ്, ലിവിങ് ടുഗദർ പോലുള്ള കുത്തഴിഞ്ഞ ലൈംഗികത, കുടുംബ തകർച്ചകൾ, വ്യഭിചാരം എന്നിവ വർദ്ധിക്കും. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും അഹങ്കാരികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും ഇണങ്ങാത്തവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ഉഗ്രന്മാരും ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്നവരും ആകും എന്ന് ബൈബിൾ പറയുന്നു. ആഡംബര ജീവിത ശൈലിയോടും ഭക്ഷണത്തോടുമുള്ള ആസക്തി വർദ്ധിക്കും. വൈജ്ഞാനിക രംഗത്ത് അസാധാരണമായ മുന്നേറ്റമുണ്ടാകും. വേഗത കൂടിയ സഞ്ചാര സൗകര്യങ്ങൾ വർദ്ധിക്കും. ഇവയെല്ലാം അന്ത്യകാല ലക്ഷണങ്ങളാണ്. അന്ത്യകാലത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് പകർച്ചവ്യാധികൾ. അടുത്ത കാലത്തുണ്ടായ COVID-19 പോലുള്ള മഹാമാരികൾ ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി ഉണ്ടാകുമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. മറ്റൊന്ന്, ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ വളർച്ചയും അതിനെ തുടർന്ന് ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെതിരായി നടത്തുന്ന പടയൊരുക്കവുമാണ്. ലോകമെങ്ങും ചിതറിപ്പാർത്തിരുന്ന യഹൂദ ജനതയ്ക്ക് 1948 ഇസ്രായേൽ രാഷ്ട്രം പുനഃസ്ഥാപിച്ചു കിട്ടി. നാളിതുവരെ അജയ്യ ശക്തിയായി തുടരുന്ന ഇസ്രായേലിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കുമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായ സമീപകാല സംഘർഷങ്ങൾ ഈ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യങ്ങളാണ്. മുന്നറിയിപ്പുകൾ അവഗണിക്കാനുള്ളതല്ല. 1912 ഏപ്രിൽ 15 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിത്താണ ടൈറ്റാനിക് എന്ന അക്കാലത്തെ ഏറ്റവും വലിയ ആഡംബര യാത്രാക്കപ്പൽ ദുരന്തത്തിൽ 1517 ജീവനുകളാണ് നഷ്ടമായത്. ടൈറ്റാനിക് കപ്പലിൻ്റെ ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്തിന് അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള മഞ്ഞുമലയെക്കുറിച്ച് ഒന്നിലധികം റേഡിയോ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഒരിക്കലും മുങ്ങുകയില്ല എന്ന് കരുതിയ ടൈറ്റാനിക് കപ്പൽ അതിൻ്റെ കന്നിയാത്രയുടെ 5 ദിവസങ്ങൾ പോലും പൂർത്തിയാക്കാൻ കഴിയാതെ തകരുവാൻ കാരണം മുന്നറിയിപ്പുകൾ ഗൗരവമായി പരിഗണിക്കാതിരുന്നതാണ്. ലോകം തേയ്ക്കിരയാകുന്നതിന് മുൻപ്
യേശുവിനെ രക്ഷകനായി അംഗീകരിക്കാം. സ്വർഗീയ പർദീസയിലെ സുരക്ഷ ഉറപ്പാക്കാം. മാറാനാഥ.